ഒരു ദിവസം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ആവുന്നവരെ സ്ട്രെസ്സായിരുന്നു. സ്ട്രെസ്സിന് പല പല പേരായിരുന്നു. സമയത്ത് പണി തീരാണ്ടിരിക്കുക, സമയത്ത് ഒരു സ്ഥലത്ത് എത്താൻ പറ്റാണ്ടിരിക്കുക, ഒരു റെസ്റ്റ് കിട്ടാണ്ടിരിക്കുക, സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റാണ്ടിരിക്കുക, ഇതൊക്കെ എൻ്റെ ലൈഫിലെ പാട്ടായിരുന്നു. രാത്രി ആയാൽ മതി എന്നായിരുന്നു. പക്ഷെ ഞാൻ കണ്ടെത്തി എൻ്റെ ഒരു പീസ്, എൻ്റെ ഒരു സമാധാനം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. രാവിലെ എത്ര സ്ട്രെസ്ഫുൾ ആണെങ്കിലും ഞാനിപ്പം വെയിറ്റ് ചെയ്യുന്നത് ഈവനിങ് ടൈമിന് വേണ്ടിയാണ്. ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഈവനിങ് റിച്വൽ. അത് തുടങ്ങിയപ്പോൾ തൊട്ട് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. സ്ട്രെസ് കുറഞ്ഞിട്ടില്ല, സ്ട്രെസ് അതുപോലെ തന്നെയുണ്ട്. പക്ഷെ ലൈഫിലെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും എനർജിയും അത് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. എൻ്റെ ഈവനിങ് റിച്വൽ, എൻ്റെ ഈവനിങ് റൂട്ടീൻ, ഞാൻ ചെയ്യുന്ന കുട്ടി കുട്ടി കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ്. പക്ഷെ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ച് നിങ്ങളായിട്ട് ഇവിടെ വന്ന് ഷെയർ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ഈവനിങ്, അതായത് സന്ധ്യാസമയം, നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ പറയുന്നുണ്ട് സന്ധ്യാകാലം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു ട്രാൻസിഷൻ ഫേസ് ആണ്. അപ്പം സൺസെറ്റ് ആവുന്ന സമയം, ഡേ ഇസ് മീറ്റിംഗ് നൈറ്റ്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ കുറെ ചേഞ്ചസ് നടക്കും. നമ്മുടെ ബോഡി തന്നെത്താൻ തന്നെ കുറച്ച് കാം ഡൗൺ ആവാൻ, കുറച്ച് ലേസി ആവാൻ, കുറച്ച് സ്ലോ ആവാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഈ ഒരു സമയം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡേ പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് ഡേ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇന്നത്തെ ദിവസം ഉണ്ടായ കാര്യങ്ങൾ, ഇന്നത്തെ ദിവസം ഉണ്ടായ സ്ട്രെസ് ഒക്കെ നമുക്ക് റിലീസ് ചെയ്യാം. അതിനൊരു പ്രോപ്പർ ഒരു റൂട്ടീൻ, അതാണ് ഏറ്റവും ആവശ്യമുള്ളത്. അപ്പം ഞാൻ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ കാര്യമാണ് വൈകുന്നേരം വിളക്ക് കൊളുത്തും. വിളക്ക് കൊളുത്തുക മാത്രമല്ല, നമുക്കൊരു എന്തെങ്കിലും ഒരു ദിയ, ഒരു ക്യാൻഡിൽ ആണെങ്കിൽ പോലും നമുക്കത് കൊളുത്തി വെക്കാം. അപ്പം വിളക്ക് കൊളുത്തുമ്പം അത് ഈസ്റ്റ് ഇല്ലെങ്കിൽ നോർത്ത് ഡയറക്ഷനിലാവണം. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല. നമ്മൾ ചെയ്യുന്ന പണികളൊക്കെ നിർത്തി വെച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാണ്. അപ്പം നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ദിവസം, നമ്മുടെ ഫുൾ ഡേ ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കുറച്ചു നേരത്തേക്ക് വേണ്ടി മറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം എന്റെ മോൻ 2.5 വയസ്സായി. അവനും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അഗർബത്തി കത്തിക്കല്. അപ്പം ഞാൻ വിളക്ക് കൊളുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും എടുത്തു തരും. തിരി, അഗർബത്തി എല്ലാം എടുത്തു തന്നിട്ട് അഗർബത്തി അവൻ തന്നെ കയ്യിൽ വെക്കും. അപ്പം ആ ഒരു ടൈം എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. അപ്പം അവൻ എന്റെ കൂടെ നിൽക്കുന്നതും ഞാൻ തന്നെത്താൻ ആ ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്ന വിഷമങ്ങളും ടഫ് ടൈം ഒക്കെ മറക്കും. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ഫുൾ ഡേ ചെയ്ത കാര്യങ്ങൾ ഒരു സ്റ്റോപ്പ്, ഒരു പോസ് ഇട്ടിട്ട് എന്തെങ്കിലും ഒരു വിളക്ക് കൊളുത്തുക, ഇല്ലെങ്കിൽ ഒരു ദിയ, ഇല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ കൊളുത്തി വെക്കുക. പെട്ടെന്ന് തന്നെ ആ ഒരു വീടിന്റെ ഒരു അറ്റ്മോസ്ഫിയർ മാറും. രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ വീട്, നമ്മുടെ സറൗണ്ടിങ്സ് കുറച്ചൊന്ന് നമ്മൾ ക്ലിയർ ചെയ്യുക. അതായത് കുറച്ച് ക്ലീൻ ചെയ്യുക. നമ്മൾ ഡീപ്പ് ക്ലീനിങ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, ഇപ്പൊ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും രാവിലെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് ഓഫീസിൽ പോയിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഡ്യൂറിങ് ദ ഡേ അങ്ങനെയൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ചെറിയ പിള്ളേരൊക്കെയുള്ള വീടാണെങ്കിൽ അത് പിന്നെ പറയുകയും വേണ്ട, എല്ലാം അലങ്കോലായിരിക്കും. അപ്പം കുറച്ച് നമ്മുടെ ബ്രെയിനിന് നമ്മൾ സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ദിവസത്തെ വിഷമങ്ങൾ, ഇന്നത്തെ ദിവസത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി നമ്മുടെ ബ്രെയിൻ ക്ലിയർ ആയി, ഇനി റെസ്റ്റ് ചെയ്യാനുള്ള മോഡിലേക്ക് വരിക ചെയ്യുന്നത്. ഒരുപാട് ക്ലീനിങ് ഒന്നും വേണ്ട, കുറച്ച് ചെറിയ കാര്യങ്ങൾ വൃത്തിയാക്കുക. ഇപ്പം എന്തെങ്കിലും പിള്ളേരുടെ ലഞ്ച് ബോക്സ് ഉണ്ടെങ്കിൽ അത് കഴുകാൻ വെക്കുക, അല്ലെങ്കിൽ വാഷ് ചെയ്ത് വെക്കുക. തുണികൾ ഉണ്ടെങ്കിൽ വാഷ് ചെയ്യാനിട. ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമ്മുടെ ബ്രെയിനിന് പോസിറ്റീവ് സിഗ്നൽ കൊടുക്കും. അത് മാത്രമല്ല, നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്നതിന്റെ പ്രോസസ്സിന്റെ കൂടെ തന്നെ നമുക്കൊരു ധൂപ് ഇല്ലെങ്കിൽ ഒരു അഗർബത്തി കത്തിച്ചു വെക്കാൻ പറ്റും. ഒരു സ്പെസിഫിക് മണം വരുമ്പം, ഒരു സ്മെല്ല് നമ്മൾ ചെയ്യുന്ന സമയത്ത് അഗൈൻ നമ്മുടെ നെർവസ് സിസ്റ്റം അത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ തന്നെത്താൻ നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു മണം. അപ്പം
എപ്പോഴും നമുക്ക് ഒരു ടഫ് സിറ്റുവേഷൻ വരിക, അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു മണമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു വീട്ടിലാണ്, കംഫർട്ടബിൾ ഒരു സ്ഥലത്ത് എത്തി എന്നുള്ളൊരു ഫീൽ വരും. പിന്നെ മൂന്നാമത്തെ കാര്യമാണ്, എല്ലാവർക്കും പറ്റുമോ അറിയില്ല, പക്ഷെ പറ്റുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു നാമോ അല്ലെങ്കിൽ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു മ്യൂസിക് അല്ലെങ്കിൽ സ്ലോ ആയിട്ടുള്ള മന്ത്രങ്ങള് അതൊക്കെ ചൊല്ലിയില്ലെങ്കിലും കേൾക്കുക. ഈ ഒരു സമയത്ത് വൈകുന്നേരം ഒരു ഈവനിങ് ടൈമിൽ, ഇപ്പം നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്തൊന്നിരിക്കുന്ന സമയമായിരിക്കും. ഞാൻ അറിയുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ ഇത് മുടങ്ങാണ്ട് എന്നും ചെയ്യുന്നത്. അത് അച്ഛനാണ്, എന്റെ ഫാദർ ഇൻ ലോ. ഞാൻ കണ്ട ദിവസം തൊട്ട് ഈവനിങ് എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുവാണെങ്കിലും അതവിടെ നിർത്തി, എത്ര ഇമ്പോർട്ടന്റ് ആളായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് അവിടെ നിർത്തി അച്ഛൻ വിഷ്ണു സഹസ്രനാമം വായിക്കാൻ പോകും. അത് വായിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു വരും. അത് വായിക്കുന്നതിന്റെ ഇടയ്ക്ക് അച്ഛൻ എത്ര ഇമ്പോർട്ടന്റ് കാര്യം വന്നാലും അച്ഛൻ നോക്കില്ല. ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ പോലും അച്ഛൻ അത് പറയും, ഞാനൊന്ന് നാമം ചൊല്ലിയിട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ സഹസ്രനാമം ചൊല്ലിയിട്ട് വരാമെന്ന്. അപ്പം ഞാൻ കണ്ട ദിവസം തൊട്ട് അച്ഛൻ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ലൈക്ക് ആ ഒരു ലെവൽ ഓഫ് ഡിസിപ്ലിൻ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത് അത്രയും നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അച്ഛനെ നോക്കി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ട്. സോ നമുക്കിത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പൊ ഒരുപാട് വലിയ മന്ത്രങ്ങളോ ഒരുപാട് വലിയ നാമങ്ങളോ ചെല്ലണമെന്നില്ല, പറ്റുന്നത്ര ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യാം. പിന്നെ നാലാമത്തെ കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇതിപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. അതായത് നമുക്ക് ഒരേ ദിവസം രാവിലെ എണീറ്റ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു അല്ലെ. അപ്പം ഇതൊക്കെ നമുക്ക് ഒരു ഫോഴ്സ് ആണ് നമുക്ക് തരുന്നത്. നമുക്ക് രാവിലെ എണീറ്റ് എല്ലാം ചെയ്യാൻ പറ്റുന്നു, എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുന്നു. അതിനൊക്കെ നമ്മളൊരു താങ്ക്സ് പറയണം. ആരോടാണ് പറയണേ എന്ന് ചോദിച്ചത് എനിക്കറിയില്ല, പക്ഷെ ദർ ഇസ് എ ഫോഴ്സ്. നമുക്കിത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം എത്തിച്ചു തരുന്നുണ്ട്. അപ്പൊ അതൊരു ഫോഴ്സ് ആണ്. അപ്പൊ ആ ഒരു ഫോഴ്സിന് നമ്മൾ താങ്ക്സ് പറയണം. അപ്പം ഞാൻ മിത്തുവിനെ പഠിപ്പിക്കുന്നത് താങ്ക് യു സോ മച്ച് ഫോർ എ ബ്യൂട്ടിഫുൾ ഡേ. അപ്പം ഇതൊന്നും എല്ലാം അവന് പറയാൻ പറ്റില്ല. താങ്ക് യുവിന് താങ്ക് യു എന്ന് പറയും, ബ്യൂട്ടിഫുള്ളിന് ബ്യൂട്ടി എന്ന് പറയും. അപ്പൊ പക്ഷെ അത് കേൾക്കുമ്പം ഭയങ്കര എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അവന് മനസ്സിലാവുന്നുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഈ ഒരു ഏജിൽ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊരു ഭയങ്കര ഗെയിം ചേഞ്ചിങ് ഒരു കാര്യമാണ്. പിന്നെ ലാസ്റ്റ് കാര്യമാണ് നമ്മൾ ജേർണലിംഗ്. അപ്പം ജേർണലിംഗ് എന്ന് പറയുമ്പം ഞാനിത് ഈ ഇടയ്ക്ക് തുടങ്ങിയ ഒരു കാര്യമാണ്. സോ ബേസിക്കലി ജേർണലിംഗ് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് അല്ല നമ്മൾ എഴുതുന്നത്. അത് നമുക്ക് ഇന്ന ദിവസം ഇത് ചെയ്യണം, ഇല്ലെങ്കിൽ ഇന്ന ദിവസം നമ്മൾ ഇവിടെ എത്തണം, ഇതാണ് നമ്മുടെ ലോങ് ടേം ഗോൾ, ഇതാണ് നമ്മുടെ ഷോർട്ട് ടേം ഗോൾ, അതൊന്നുമല്ല നമ്മൾ എഴുതുന്നത്. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദിവസം എന്തൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ നമ്മൾ അത് എഴുതുക. അതിന്റെ അർത്ഥം നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലായിരിക്കില്ല. അപ്പം അതിനു വേണ്ടി നമ്മൾ ഒരു പേപ്പറിൽ ഒരു പെൻ വെച്ച് എഴുതണം. ഇത് നടന്ന കാര്യം. ഞാൻ ഒരു ദിവസം ഇരുന്ന് ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും മാത്രം എല്ലാം എഴുതി. ആ ദിവസം വരെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒരുപാട് ബോദറിങ് ആയിരുന്നു. പക്ഷെ ഇത് എഴുതിയ ഉടനെ തന്നെ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് എനിക്കറിയാം, പക്ഷെ ഇതൊക്കെ ബോദർ ചെയ്യുന്നുണ്ടായിരുന്നത് അത് അന്നത്തോടെ നിന്നു. സോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബോഡിന്ന്, നമ്മുടെ മൈൻഡിന്ന് സ്ട്രെസ്സും ടെൻഷനും റിലീസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. നമ്മൾ പേപ്പറും പെന്നും എടുത്ത് നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മറക്കുകയല്ല, പക്ഷെ നമ്മുടെ ബ്രെയിൻ ഒരു ബ്രേക്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യത്തില് നമ്മൾ എല്ലാം ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരു കാര്യമായിരുന്നു ഏറ്റവും ആദ്യം ചെയ്യുന്നത്, വിളക്കുകൊളുത്തുന്നത് മാത്രമായിരുന്നു ചെയ്യേണ്ടിരുന്നത്. പക്ഷെ പിന്നെ അത് കുറെ കാലം നിന്ന് പോയി, കുറെ പേഴ്സണൽ റീസൺസ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ
കുറച്ച് വൃത്തിയാക്കല്, കുറച്ച് നമ്മുടെ സ്പേസ് ക്ലീൻ ചെയ്യല്, പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, നാമം ചെല്ലല്, പിന്നെ നമ്മള് വേറെ നമ്മുടെ ജേർണലിംഗ്. അപ്പം ഇതില് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി, എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നില്ല. നല്ല വ്യത്യാസം വരും 100%. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ. ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കമന്റ്സിൽ പറയൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.